അപ്പോൾ ഇന്ന് എൻ്റെ സൺഡേ വിശേഷമായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ സൺഡേസ് പറഞ്ഞാൽ എവിടെയും പോകാറില്ല, വീട്ടിൽ തന്നെയായിരിക്കും. നല്ല ലേറ്റാവും എണീക്കാനായിട്ട്. പിന്നെ ഫുഡൊക്കെ ഒന്ന് ഓർഡർ ചെയ്യും. അന്ന് മാത്രമാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുന്നത് കേട്ടോ. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നെറ്റ്ഫ്ലിക്സിൽ എന്തെങ്കിലും സിനിമയൊക്കെ കണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു ഡിന്നറിനൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാലുള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് കടയിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇക്കുന് ഒറ്റയ്ക്ക് ഇവിടെ ഉണ്ടാകുന്ന ചിക്കുവിൻ്റെ കൂടെ ഞാൻ വെറുതെ അതിനെ ഇടങ്ങീറാക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊരു ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 12 ആയി. അതിൻ്റെ ഇടയിലാണ് മോളെ വിളിച്ച സമയത്ത് വാപ്പച്ചിയെ ഫോണെടുത്തപ്പോൾ വാപ്പച്ചി ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞു. മഴവിൽ മനോരമയിലേക്ക് വാപ്പച്ചിനെ വിളിച്ചിട്ടുണ്ട് ഒരു ഓഡിഷൻ പോലെ എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷമൊക്കെ കേട്ടിട്ട് ഞങ്ങൾ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഷോപ്പിലെത്തി. ഇതായിട്ടോ ഷോപ്പ്. അപ്പോൾ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് ഷോപ്പ് ഓൾറെഡി നമ്മുടെ പിള്ളേർ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലൊന്നും കയറിയില്ല, വെറുതെ അവിടെ വായി നോക്കിയിരുന്നു. അപ്പോഴേക്കും ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഇതെൻ്റെ കയ്യിലേക്ക് വന്നിട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലേക്ക് തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. ആളിങ്ങനെ പെട്ടെന്നൊക്കെ സർപ്രൈസ് ആയിരുന്നു, നമ്മൾ ഒട്ടും വിചാരിക്കില്ല. ഞാനൊക്കെ ഈ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ എന്തായാലും സർപ്രൈസ് കൊടുക്കും എന്നുള്ളത് ഇക്കുന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ആ ഒരു സർപ്രൈസ് ഒരിക്കലും സർപ്രൈസായിട്ട് മാത്രം ഇരിക്കാറുമില്ല. അങ്ങനെ അതൊക്കെ കിട്ടിയൊരു സന്തോഷത്തിലാണ്. പിന്നെ ഇവൻ ഇന്ന് വന്നായിരുന്നു കേട്ടോ. അവൻ്റെ പേര് ഫയാസ്. ഇവന് പലരും എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അവൻ്റെ ജിമ്മേറ്റാണ്. അപ്പോൾ അവന് കുറച്ച് ഷോർട്ട് എടുക്കണം എന്നിട്ട് ഇവനും ഇന്ന് ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പോകെ എല്ലാവരും നമ്മുടെ ഷോപ്പിൽ വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവരെല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ ഒരു കൂട്ടുകാരൻ ഈ ഒരു സംഭവമായിട്ട് വന്നു. ഇത് വൈറലായിട്ടൊരു സ്വീറ്റാണ്. ഈ വീഡിയോയിൽ കാണുന്നൊരു സ്വീറ്റാട്ടോ. എനിക്കറിയത്തില്ലായിരുന്നു. എന്തായാലും സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ ഈ സമോസയൊക്കെ കഴിച്ച് കൂടെ നോമ്പുള്ളവരിയ്ക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ കഴിക്കാൻ ഭയങ്കര വിഷമമാണെങ്കിലും പിന്നെ വേറെ നിവൃത്തിയില്ല, കഴിച്ചല്ലേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മൾ കഴിച്ചതാ. ഈ പുള്ളിക്കാരനായിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നത് നമ്മുടെ സ്വന്തം നോമാനാണ്. നമ്മുടെ നോമാന് നല്ല കമ്പനിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് വൈകുന്നേരമായി. ഇനി വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കാനായിട്ട് വിശാലമായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.